ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ഗപ്പ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ചെറിയ റിവ്യൂ ആണ്, നമ്മുടെ ഫ്ലാഷ് മൂവിയുടെ റിവ്യൂ. അപ്പം ഇന്നലെയാണ് ഞാൻ പടം കണ്ടത്. ആൻഡ് ഐ എം ആക്ച്വലി ഹാപ്പി ടു സേ ദാറ്റ് ഒരു കുറേ നാളുകൾക്ക് ശേഷം ഒരു നല്ല DC മൂവി കണ്ടതിൻ്റെ ഒരു സന്തോഷമുണ്ട് എനിക്ക്. ആക്ച്വലി ഞാനൊരു DC ഫാനാണ് പേഴ്സണലി. അതേപോലെ ഇപ്പം ഒരു കുറച്ച് നാളുകൾക്ക് ശേഷം, അതായത് ഇപ്പം എനിക്ക് തോന്നുന്നു അവസാനം വന്നത് ഷസാമാണെന്ന് തോന്നുന്നു, അതിൻ്റെ സെക്കൻഡ് പാർട്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പം അത് ആ മൂവി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു മൂവിയാണ്. ഷസാം വളരെ ലേസിലി എടുത്തൊരു പടമായിട്ട് എനിക്ക് തോന്നുന്നു, അതിൻ്റെ കഥയാണെങ്കിലും അതിൻ്റെ എക്സിക്യൂഷൻ ആണെങ്കിലും. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫ്ലാഷ് ഈസ് ആക്ച്വലി ബ്രെത്ത് ഓഫ് ഫ്രഷ് എയർ. മൊത്തം DC യൂണിവേഴ്സിലേക്ക് തന്നെ ഒരു നല്ലൊരു അഡീഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ അവരെനിക്ക് തോന്നുന്നു ഈ ഒരു പടത്തോടു കൂടി അവർ ഫുള്ളായിട്ടത് റീഷഫിൾ ചെയ്യുവാന്ന് തോന്നുന്നു DC യൂണിവേഴ്സ്. ഇനി പഴയ താരങ്ങളൊന്നും തന്നെ നമ്മളിതുവരെ കണ്ടു ശീലിച്ച അവരൊന്നും തന്നെ ഇനി പുതിയ റോൾസിൽ വരത്തില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പം കഴിവതും സ്പോയിൽസ് ഒന്നും ഇല്ലാതെ ഞാനിത് പറയാൻ ശ്രമിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ്, DC ഫാൻസ് എസ്പെഷ്യലി കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ്. ഫ്ലാഷ് എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിക്കാൻ ശ്രമിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. അതാണ് നമ്മൾ ഇതിൻ്റെ പടത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്ലാഷ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ സൂപ്പർ പവേഴ്സിൻ്റെ എല്ലാ തരം ആംഗിൾസും അവർ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതും ഒരു തമാശ രൂപമാണ്, അത്യാവശ്യം കോമഡിയൊക്കെ ആഡ് ചെയ്ത് ഒരു വിറ്റി ഹ്യൂമറൊക്കെ ആഡ് ചെയ്തിട്ടാണ് അവരത് ശ്രമിക്കുന്നത്. അതുപോലെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എസ്ര മില്ലർ എന്ന് പറഞ്ഞ നടൻ്റെ ആക്ടിങ്, ഐ മീൻ ഹി ഹാസ് ഡൺ എ റിയലി ഗുഡ് ജോബ്. പുള്ളി ഓഫ് സ്ക്രീൻ കുറേ കോൺട്രവേഴ്സീസിലൊക്കെ പെട്ടിട്ടുണ്ട്. സോ കുറേ പേരൊക്കെ പുള്ളിയുടെ പടം ബോയ്ക്കോട്ട് ചെയ്യുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് അവിടെ അമേരിക്കയിലൊക്കെ. ബട്ട് ദെൻ ഇപ്പം നമ്മൾ ഒരു എസ്ര മില്ലറിൻ്റെ മാത്രമല്ലോ നമ്മൾ കാണുന്നത്, നമ്മൾ മൊത്തത്തിലൊരു DC ഇത് നമ്മൾ ഫ്ലാഷിനാണ് കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ഗുഡ് വാച്ച് ആൻഡ് ഹി ഹാസ് ഡൺ എ റിയലി ഗുഡ് ജോബ് ആസ് ദ ക്യാരക്ടർ ബാരി ആലൻ. പിന്നെ നമ്മളെപ്പോഴും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ DCയും മാർവലും തമ്മിലുള്ളൊരു വ്യത്യാസം നമ്മൾ എപ്പോഴും കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ, DC എന്ന് പറയുന്നത് ശരിക്കും സൂപ്പർ ഹീറോസ് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടേഴ്സിനെ തന്നെയാണ് അവർ ഡീൽ ചെയ്യുന്നത്. മാർവൽ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, അവരൊരു ഹ്യൂമൻസ് തന്നെ പല ഇതിലായിട്ട് സൂപ്പർ പവേഴ്സ് വന്നു, എന്നിട്ട് അവരതിൽ നെഗോഷിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് സംസാരിക്കുന്നത് മാർവലിൽ പൊതുവേ. പിന്നെ അവർക്കൊരു എന്താ പറയുന്നത്, ഒരു ഡിസ്ഗൈസ് ഒന്നും ഇല്ല, ഒരു വേറൊരു പെർസോണ ഇല്ല. അവർ അയൺമാൻ തന്നെയാണ്, അത് ടോണി സ്റ്റാർക്കാണ്. അതേപോലെ ഹൾക്ക് ബാനറാണ്. അതേപോലെ അങ്ങനെ എല്ലാവരുടെയും ഐഡൻറ്റിറ്റീസ് ഐ മീൻ ഔട്ട് ദർ ഇൻ ദി ഓപ്പൺ ആണ്. സ്പൈഡർമാൻ മാത്രമേ ആ ഒരു കാര്യത്തിൽ ഒരു ചെറിയൊരു എന്താ പറയുന്ന എക്സെപ്ഷനുള്ളൂ മാർവൽ യൂണിവേഴ്സിൽ. പക്ഷേ DCയിൽ ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദി സൂപ്പർ ഹീറോസ് ദേ ഹാവ് എ ഡിസ്ഗൈസ്, ഒരു പേഴ്സണാലിറ്റി, വേറൊരു ഓൾട്ടർ ഈഗോ ഉണ്ട് അവർക്ക്. അപ്പം ആ തരത്തിലും പിന്നെ അതേപോലെ തന്നെ ഒരു ലാർജർ ദാൻ ലൈഫ്, ഒരു ഗോഡ് സ്റ്റേറ്റസ് സൂപ്പർ ഹീറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഇഫ് യു ട്രേസ് ഇറ്റ് ബാക്ക്, ഈ കോമിക് ഡിസൈനേഴ്സ് അല്ലെങ്കിൽ കോമിക്സൊക്കെ ഡിസൈൻ ചെയ്യുന്ന ഒരു ഗ്രീക്ക് ഗോഡ്, ഗ്രീക്സിൻ്റെ ദൈവങ്ങളെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഫിഗറും കാര്യങ്ങളൊക്കെയാണ് ഇവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിമെൻഷനിൽ നമ്മൾ ആലോചിക്കുമ്പോഴും DC സൂപ്പർ ഹീറോസ് ആക്ച്വലി ഫീൽസ് ലൈക്ക് ട്രൂ സൂപ്പർ ഹീറോ. അപ്പോൾ സൂപ്പർമാൻ ആണെങ്കിലും ബാറ്റ്മാൻ ആണെങ്കിലും ഒക്കെ, ബാറ്റ്മാൻ മനുഷ്യനാണെങ്കിൽ കൂടിയും നമ്മളൊരു ശരിക്കും ഒരു ഗോഡ് സ്റ്റേറ്റസ് തന്നെയാണ് ബാറ്റ്മാൻ്റെ കൾട്ടിനെ നമ്മൾ കാണുന്നത്. അപ്പം അതേപോലെ ഉള്ളൊരു ഫീല് മാർവലിന് ഇല്ല. മാർവൽ എൻ്റെ ഒരു ഡിഫറെൻറ്റ് സ്പെക്ട്രത്തിൽ വർക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് മാർവൽ ഫാൻസും DC ഫാൻസുമായിട്ട് അത്രയും വലിയൊരു വ്യത്യാസം വരുന്നതും ആ ഒരു രണ്ട് ബ്രാഞ്ചസുമായിട്ട്. അപ്പം ഒരു DC ഫാൻ എന്നുള്ള നിലയിൽ നിങ്ങൾ ഐ എം ഷുവർ ദറ്റ് യു വിൽ എൻജോയ് ദിസ് മൂവി. അത് അങ്ങനെ തന്നെയാണ് ആ മൂവി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെ മാർവൽ DC എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ബിക്കോസ് ആ ഫുൾ യൂണിവേഴ്സും റീസെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കഥയുടെ ഒരു എസ്റ്റാബ്ലിഷിംഗ് ആണ് ഇതിനകത്ത് നടക്കുന്നത്. ഫ്ലാഷ് പോയിൻറ്റ് പാരഡോക്സ് എന്ന് പറഞ്ഞാൽ കോമിക്സ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഫ്ലാഷ് മൂവി എടുത്തിരിക്കുന്നത്. അപ്പം കോമിക്സ് വായിക്കുന്നവർക്കറിയാം ഫ്ലാഷ് പോയിൻറ്റ് പാരഡോക്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് മൊത്തവും DC യൂണിവേഴ്സിൽ, അല്ലെങ്കിൽ ആ ഒരു മിത്തിൽ, DCയുടെ സൂപ്പർ ഹീറോ മിത്തിൽ അല്ലെങ്കിൽ ആ ഒരു കോമിക് ആർക്കൈവ്സിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അതിൻ്റെ തന്നെ ഒരു ആനിമേറ്റഡ് മൂവി ഇറങ്ങിയായിരുന്നു. അത് പക്ഷേ ഓൾമോസ്റ്റ് കോമിക്സിൻ്റെ അതേ ഇത് തന്നെ പിടിച്ച് തന്നെ പോകുന്നതാണ് അതിൻ്റെ ആനിമേറ്റഡ് മൂവി ഫ്ലാഷ് പോയിൻറ്റ് പാരഡോക്സ്. പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ കുറച്ച് ഇമാജിൻ ചെയ്തിട്ടുള്ള ഒരു കഥയുടെ രീതിയാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. പക്ഷേ എന്നാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് അവർ പറഞ്ഞു പോകുന്നത്. പിന്നെ ഇതിൻ്റെ കുറച്ച് നെഗറ്റീവ്സായിട്ട് എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ CGI വളരെ ഒട്ടും അവർ ഒരു എന്താ പറയുക, എനിക്കൊന്ന് ഫിനാൻഷ്യൽ കൺസേൺസ് ഉണ്ടാവും, എനിക്ക് അറിഞ്ഞുകൂടാ. ഈ സിനിമയ്ക്ക് അപ്രൂവ് ചെയ്ത ബഡ്ജറ്റിൽ ചിലപ്പം അതൊരു ഫാക്ടർ ആയിരുന്നിരിക്കാം. ബിക്കോസ് കഴിഞ്ഞ കുറേ DC പടങ്ങളുടെ റെസ്പോൺസ് കാരണം. അതിപ്പം ഷസാമിലും എനിക്കത് ഫീൽ ചെയ്തു. അതായത് CGI വളരെ പൂറായിട്ട് ചെയ്തിരിക്കുന്നു എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ നമ്മുടെ ഓവറോൾ
മൂവി എക്സ്പീരിയൻസിനെ അത് ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ദെയർ, നമുക്കത് മനസ്സിലാവും, അത് ഓബ്വിയസ് ആണ്. പക്ഷേ അത് ഒരുപാട് ബാധിക്കത്തില്ലെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പേഴ്സണലായിട്ട്. അപ്പോൾ ഞാനത് ഇവിടെ നമ്മുടെ ഐമാക്സ് തിയേറ്ററിലാണ് കണ്ടത്. പക്ഷേ അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ അത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ കണ്ട് ശീലിച്ച ആൾക്കാർ, ഇപ്പോൾ ഹെൻറി കാവലിനെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു സൂപ്പർമാൻ എന്നുള്ള നിലയിൽ. പക്ഷേ പുള്ളി ഇപ്പം സൂപ്പർമാൻ അത് ചെയ്യുന്നില്ലല്ലോ. സൂപ്പർമാൻ്റെ ഇതിൽ നിന്ന് പുള്ളീനെ പുറത്താക്കി വാർണർ ബ്രദേഴ്സ്. അപ്പം പുള്ളി എനിക്ക് തോന്നുന്നു ഇനിയുള്ള പടങ്ങളിലൊന്നും പുള്ളി ഉണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ ഹോപ്പ് ഹി കംസ് ബാക്ക്. അതേപോലെ ഇനിയുള്ള ഡി സി പടങ്ങളിലേക്ക് എന്താണിവർ ആലോചിച്ച് വെച്ചിരിക്കുന്നുള്ള ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. അത് മാർവലിനൊരു ക്ലിയർ വർക്കിംഗ് ഫേസ് ഉണ്ട്. അവർ ഇത്ര പടങ്ങൾ ഇന്ന ഇതിൽ ഇറക്കും, അതിൻ്റെ സ്റ്റോറി ലൈൻ കണക്റ്റഡ് ആണ്. നമുക്കൊരു ആസ് എ വ്യൂവർ നമ്മളും ആ കണ്ടിന്യൂറ്റി തന്നെ നിൽക്കും, നമ്മൾ ഡിസ്കഷൻസിലേക്ക് നിൽക്കും. പക്ഷേ ഡിസിയുടെ കേസിൽ അത് എന്താ സംഭവിക്കാൻ പോകുന്നുള്ള അവരൊരു റോഡ് മാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ജെയിംസ് ഗൺ പുതിയതായിട്ട് അതിൻ്റെ ഹെൽമിൽ വന്നിട്ടുണ്ട്. എന്നാൽ കൂടിയും നമുക്ക് വ്യക്തമായിട്ട് എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നൊരു ഐഡിയ ഇല്ല. ഇപ്പം ജെയിംസ് ഗണ്ണിൻ്റെ ഇത് പ്രകാരം ഏറ്റവും പുതിയ ഇൻ്റർവ്യൂ പ്രകാരം പുള്ളി പറയുന്നത് സൂപ്പർമാൻ്റെ ഒരു പടത്തിലാണ് പുള്ളി അടുത്ത് വർക്ക് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം പിന്നെ പുള്ളി ഇവരുടെ ഡിസിയുടെ തന്നെ കുറേ സീരീസുകൾ വരുന്നുണ്ട്. പിന്നെ പീസ് മേക്കർ എന്ന് പറഞ്ഞൊരു സീരീസാണെന്ന് തോന്നുന്നു. അതിനകത്തൊക്കെയാണ് പിന്നെ പുള്ളി. അപ്പം ആദ്യമേ സൂപ്പർമാൻ്റെ ഒരു പടമാണ്. അപ്പോൾ സൂപ്പർമാൻ കംപ്ലീറ്റ് ആയിട്ട് റീബൂട്ടാണെന്ന് തോന്നുന്നു അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഡി സി ഹാസ് സ്റ്റാർട്ടഡ് നോ. ഒരു വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ളൊരു തുടക്കം അവർ കുറിച്ചിട്ടുണ്ട്. ബാക്കി ഇനി കാണേണ്ടതാണ് എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു ചെറിയൊരു ക്വിക്ക് റിവ്യൂ ആണ് പറയുന്നത്. ഇത് ഒരു ഡീറ്റെയിൽ റിവ്യൂ നമുക്ക് പിന്നെ ചെയ്യാം. പക്ഷേ ഇപ്പം എനിക്ക് ഐ ആം ഷുവർ മോസ്റ്റ് ഓഫ് യു മസ്റ്റ് നോട്ട് ഹാവ് വാച്ച് ദ മൂവി. സോ അങ്ങനെ ഒരു ഇതിന് വേണ്ടി മാത്രമാണ്, ഒരു ഹെഡ്സ് അപ്പ് എന്നുള്ള രീതിയിലാണ് ഈ റിവ്യൂ ഇടുന്നത്. ഡെഫിനറ്റായിട്ടും കാണേണ്ട ചിത്രമാണ്. ഡി സി ഫാൻസ് സ്പെഷ്യലി കാണേണ്ട ചിത്രമാണ്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. Go and watch the movie and you will have a lot of fun. So I'll see you in the next video. Thank you.